So welcome back to our channel. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് സെമസ്റ്റർ 4 CST 204 മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് മൊഡ്യൂൾ 1 മെയിൻ ടോപ്പിക്കാണ് ഡേറ്റ മോഡൽസ്. സോ നമുക്ക് ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പലതരത്തിലുള്ള ഡേറ്റ മോഡൽസ് ഉണ്ട്. സോ ഡേറ്റ മോഡൽസ് ആയിരിക്കും അതിൻ്റെ ഒരു ഡേറ്റയുടെ ഒരു അബ്സ്ട്രാക്ഷനാണ് ഈ ഡേറ്റ മോഡൽസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് എന്താണ് ഡേറ്റ മോഡൽസ് എന്ന് നോക്കാം. So the topic data models. A collection of concepts that can be used to describe the structure of a database. ഒരു ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഓഫ് കോൺസെപ്റ്റ് ആണ് എന്ത് ഡേറ്റാബേസ്. സോ ഡേറ്റാബേസ് ഇസ് എ കളക്ഷൻ ഓഫ് കോൺസെപ്റ്റ്സ് that can be used to describe the structure of a ഡേറ്റാബേസ്. നമുക്കൊരു ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ കോൺസെപ്റ്റ്സിലൂടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത് ഡേറ്റ മോഡൽസ് ആയിരിക്കും. സോ ദ സ്ട്രക്ചർ ഓഫ് എ ഡേറ്റാബേസ് വി മീൻ ദ ഡേറ്റ ടൈപ്സ്. അത് സ്ട്രക്ചർ ഓഫ് എ ഡേറ്റാബേസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡേറ്റ ടൈപ്സ്, ഏത് ഡേറ്റ ടൈപ്പ് ആയിരിക്കും, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡേറ്റാസ്, constraints that should hold on the data. അതൊക്കെയായിരിക്കും ഈ ഡേറ്റ ബേസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മോസ്റ്റ് ഡേറ്റ മോഡൽസ് ഓൾസോ ഇൻക്ലൂഡ് എ സെറ്റ് ഓഫ് ബേസിക് ഓപ്പറേഷൻസ് ഫോർ sustain the retrievals and updates on the database. സോ ഡേറ്റാബേസിൻ്റെ മോർ കാര്യങ്ങൾ നോക്കുക. എത്ര തരം ഡേറ്റാബേസ് നമ്മളെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുണ്ട്, എത്ര തരം ഡേറ്റ മോഡൽസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. So the categories of data models വന്നിട്ട് high level or conceptual data model, low level or physical data model, representational or implementation data model. So മൊത്തത്തിൽ നമുക്ക് 3 types of data models ആണ് ഉള്ളത്. 3 types of data models ഉണ്ട്. ഒന്നാമത്തെ high level, second one low level, and third one representational data model. So നമുക്കിനി ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. എന്താണ് high level or conceptual data model നോക്കാം. So high level or conceptual data models. It provides the concepts that are close to the way many users perceive data. അത് മെയിൻലി ഉദ്ദേശിക്കുന്നത് ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കത് കോൺസെപ്ഷണൽ ഡേറ്റ മോഡൽസ്. ഹൈ ലെവൽ നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം. അത് പ്രൊവൈഡ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് എന്തായിരിക്കും? ദാറ്റ് ആർ ക്ലോസ് ടു ദ വേ provide many user perceive data. Many users perceive the data. അതായത് കോൺസെപ്റ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് യൂസർ പെർസീവ് ചെയ്യുന്ന ഡേറ്റ, അതിൻ്റെ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത വേയിലായിരിക്കും കോൺസെപ്റ്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. യൂസ് കോൺസെപ്റ്റ് സച്ചസ് ഇവിടെ ഹൈ ലെവൽ ഓർ കോൺസെപ്ഷണൽ ഡേറ്റ മോഡൽ യൂസ് ചെയ്യുന്നതായിരിക്കും എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്സ്. ഇതൊക്കെ യൂസ് ചെയ്തായിരിക്കും ഡേറ്റ മോഡൽ അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ആൻ എൻറ്റിറ്റി റെപ്രസെൻറ്റ്, അപ്പോൾ എന്താണ് എൻറ്റിറ്റി, എന്താണ് ആട്രിബ്യൂട്ട്, എന്താണ് റിലേഷൻഷിപ്പ് എന്ന് 1 by 1 നോക്കാം. സോ എന്താണ് എൻറ്റിറ്റി? സോ ദ എൻറ്റിറ്റി റെപ്രസെൻറ്റ് എ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ഓർ എ കോൺസെപ്റ്റ്. എൻറ്റിറ്റി എന്നത് റിയൽ ആയിട്ട് ഒരു റിയാലിറ്റി ആയിട്ട് ബേസ് ചെയ്ത് റിയൽ ആയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കാം. അതേപോലെ ആട്രിബ്യൂട്ട് എന്താണ്? ആട്രിബ്യൂട്ട്സ് റിപ്രസെൻറ്റ് സം പ്രോപ്പർട്ടി ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ഫർദർ ഡിസ്ക്രൈബ്സ് എൻ എൻറ്റിറ്റി. ആ ഒരു എൻറ്റിറ്റി, അതായത് ആ ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെ കോൺസെപ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫർദർ മോർ പ്രോപ്പർട്ടീസിനെ നമുക്ക് എന്താ പറയാം? ആട്രിബ്യൂട്ട്സ് ആയിട്ട് പറയാം. അതേപോലെ എന്താണ് റിലേഷൻഷിപ്പ്? റിലേഷൻഷിപ്പ് എമംഗ് 2 or more entities represents an interaction among the entities. അതായത് ഇപ്പോൾ ഒരു എൻറ്റിറ്റി പോലെ വേറൊരു എൻറ്റിറ്റി, അതായത് ഒരു കോൺസെപ്റ്റ് പോലെ 2 കോൺസെപ്റ്റ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഈ റിലേഷൻഷിപ്പ്. അതായത് നമുക്ക് 2 എൻറ്റിറ്റീസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഈ റിലേഷൻഷിപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് റിലേഷൻഷിപ്പ്. സോ നമുക്ക് ഹൈ ലെവൽ ഡേറ്റ കോൺസെപ്റ്റ്സിൽ മെയിൻലി യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ്. എന്താണ് എൻറ്റിറ്റി എന്ന് നമ്മൾ പറഞ്ഞു, അതേപോലെ ആട്രിബ്യൂട്ട് ആൻഡ് റിലേഷൻഷിപ്പ്. ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ സ്വയമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് മോഡലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സോ എന്താണ് ഹൈ ലെവൽ ഡേറ്റ മോഡൽ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ ലോ ലെവൽ ഓഫ് ഫിസിക്കൽ ഡേറ്റ മോഡൽ. സോ ലോ ലെവലാണ് ഫിസിക്കൽ ഡേറ്റ മോഡലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് എ കോൺസെപ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗ ഡേറ്റ ഇസ് സ്റ്റോർഡ് ഇൻ ദ കൺട്രി. ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു ലോ ലെവൽ ഡേറ്റ മോഡലിൽ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ്സ് മെയിൻലി. Concepts provided by low-level data models are generally meant for computer specialists. So low-level data models കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ മോഡൽ വരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തായിരിക്കും? കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയായിരിക്കും. സാധാരണ നമ്മുടെ യൂസേഴ്സിനൊന്നും മനസ്സിലാവാത്ത രീതി. ഹൈ ലെവലിൽ നമ്മൾ പറഞ്ഞു യൂസർ ഫ്രണ്ട്ലി ആണ് അല്ലേ, യൂസേഴ്സിന് മനസ്സിലാവുന്ന ഡേറ്റ മോഡലായിരിക്കും അവർ ഡിസ്ക്രൈബ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ അങ്ങനെയായിരിക്കും. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? ലോ ലെവൽ ഡേറ്റ മോഡൽ പറയുന്നത് കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും കൂടുതൽ മനസ്സിലാക്കുക ഈ ഡേറ്റ മോഡൽ.
നോട്ട് ഫോർ ടിപ്പിക്കൽ എൻഡ് യൂസേഴ്സ്. ടിപ്പിക്കൽ ആയിട്ടുള്ള എൻഡ് യൂസേഴ്സിനല്ല ലോ ലെവൽ ഡേറ്റ മോഡൽ യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ഹൗ ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ. ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യണം എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ബൈ റിപ്രസെൻറ്റിംഗ് ദ ഇൻഫർമേഷൻ സച്ച് എസ് റെക്കോർഡ്, അത് റെക്കോർഡായിട്ടായിരിക്കാം, ഫോർമാറ്റ്, റെക്കോർഡ് ഓർഡറിങ്സ് ആൻഡ് ആക്സസ് പാത്ത്, ഇതൊക്കെ ഉപയോഗിച്ചായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ആക്സസ് പാത്ത്, ഇതിൽ ആക്സസ് പാത്താണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ആക്സസ് പാത്ത് ഈസ് എ സ്ട്രക്ചർ ദാറ്റ് മേക്സ് ദ സെർച്ച് ഫോർ എ പർട്ടിക്കുലർ ഡേറ്റാബേസ് റെക്കോർഡ്സ് എഫിഷ്യൻ്റ്ലി. അതൊരു സെർച്ച് ചെയ്യാൻ പറ്റും, ഈ ഡേറ്റാബേസിൻ്റെ റെക്കോർഡ്സ് എഫിഷ്യൻ്റ് ആയിട്ട് സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആക്സസ് പാത്ത് ഉപയോഗിച്ച്, ആ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചാണ് നമ്മൾ പെട്ടെന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഡേറ്റാബേസിൻ്റെ റെക്കോർഡ്സ്. സോ ഇതാണ് ലോ ലെവൽ ഡേറ്റ മോഡൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേറ്റ മോഡൽ നോക്കാം. നെക്സ്റ്റ് വന്ന് റിപ്രസെൻറ്റേഷണൽ ഓർ ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ മോഡൽ. അതെന്താണെന്ന് നോക്കാം. which provide the concepts that may be understood by the end users but that are not too far removed from the way data is organized within the computer. So ഇത് mainly end users understood ആണ് representational data model, but data too far removed from the way data is organized. പക്ഷേ എന്ന് വെച്ച് നമുക്ക് നമ്മൾ ലോ ലെവലിൽ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഡേറ്റ കമ്പ്യൂട്ടറിൽ ഓർഗനൈസ് ചെയ്യുന്നതിലും നമുക്കത് അതും ഇതുവരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ബോത്ത് ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് ഈ റെപ്രസെൻറ്റേഷനിൽ ഒരുമിച്ച് നമുക്ക് കാണാം. അതായത് ബോത്ത് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റിനും അതുപോലെ തന്നെ എൻഡ് യൂസേഴ്സിനും ഒരുപോലെ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ മോഡലായിരിക്കും ഈ റിപ്രസെൻറ്റേഷൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ മോഡൽ. It hides some details of data storage but can be implemented on a computer system in a direct way. Use it most frequently in a traditional commercial DBMS. കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ കൊമേഴ്ഷ്യൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങളിലായിരിക്കും. And they include wisely the relational data model. So representational കൂടുതൽ റിലേഷൻഷിപ്സ് ഒക്കെ ആയിരിക്കില്ല കാണിക്കുക. So representational data models കാണിക്കുന്നത് relational data model ആണ്. It is very important relational data model that network and hierarchy models sometimes called the record based data models എന്നും ഇതിനെ പറയാറുണ്ട്. So ഇതാണ് representational or data models. Representational or implementation data models. So നമ്മൾ ഡേറ്റ മോഡൽസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. സോ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു എത്ര ഡേറ്റ മോഡൽസ് ഉണ്ട്? 3 ഡേറ്റ മോഡൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഹൈ ലെവൽ, ലോ ലെവൽ ആൻഡ് റിപ്രസെൻറ്റേഷണൽ. സോ നമ്മൾ ഹൈ ലെവൽ പറഞ്ഞു. എന്താണ് ഹൈ ലെവൽ? ഹൈ ലെവൽ വന്നിട്ട് ഹൈ ലെവൽ വരുമ്പോൾ ഹൈ ലെവൽ എൻഡ് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും ഇല്ലേ? ഹൈ ലെവൽ എൻറ്റിറ്റീസ് യൂസ് ചെയ്ത് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. ഹൈ ലെവൽ എന്താണ്? യൂസേഴ്സിന് വേണ്ടി യൂസർ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും ഹൈ ലെവൽ. ലോ ലെവൽ ആണെങ്കിലോ ലോ ലെവൽ എന്തായിരിക്കും? ലോ ലെവൽ വന്നിട്ട് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റിനായിരിക്കും. കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റിന് വേണ്ടിയായിരിക്കും ലോ ലെവൽ യൂസ് ചെയ്യാൻ. ഓക്കെ, അത് കൂടുതൽ റെക്കോർഡ്സിനും അതേപോലത്തെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാം. ഇനി ഇപ്പോൾ റിലേഷണൽ ആണെങ്കിലോ റിലേഷണൽ വന്നിട്ട് ബോത്ത് വരും. റിലേഷണൽ ആണെങ്കിൽ എന്തായിരിക്കും? റിലേഷണൽ അല്ല, റിപ്രസെൻറ്റേഷൻ, സോറി തെറ്റിപ്പോയി. റിപ്രസെൻറ്റേഷണൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. റിപ്രസെൻറ്റേഷണൽ ആണെങ്കിൽ നമുക്ക് പറയാം ബോത്ത് യൂസർ പ്ലസ് കമ്പ്യൂട്ടർ ആയിരിക്കും. കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റിനും യൂസേഴ്സിനും ബോത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും റിപ്രസെൻറ്റേഷൻ. ഓക്കെ, സോ ഇതാണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ള 3 ഡേറ്റ മോഡൽസ് ആണ് മെയിൻലി നമുക്കിപ്പം പഠിക്കാനുള്ള. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഇനി ഒരുപാട് ഡേറ്റ മോഡൽസ് നമ്മൾ പഠിക്കും. സോ ഇതാണ് മെയിൻലി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഡേറ്റ മോഡൽസ് ആണ്. 3 ഡേറ്റ മോഡൽസ് നമ്മൾ പറഞ്ഞത് ഹൈ ലെവൽ, ലോ ലെവൽ ആൻഡ് റിപ്രസെൻറ്റേഷൻ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.